എല്ലാവർക്കും കൊമേഴ്സ് ഇൻഫോടെക്കിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്. നമ്മൾ പഠിച്ചു ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് രണ്ട് പാർട്ടായി തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി കഴിഞ്ഞു. അക്കൗണ്ടിങ്ങിന്റെ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത്. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നു ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിലെ അടിസ്ഥാനപരമായ പദങ്ങൾ, വാക്കുകൾ. നമ്മൾ ഏതൊരു സബ്ജക്റ്റും നന്നായി പഠിക്കണമെങ്കിൽ അതിലെ ബേസിക് ആയ ടേമുകൾ അറിയണം, വേണ്ടേ? അതുപോലെ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് നമുക്ക് പെർഫെക്റ്റ് ആയി ക്ലിയർ ചെയ്യണമെങ്കിൽ അക്കൗണ്ടൻസിലെ വാക്കുകൾ, അക്കൗണ്ടിങ്ങിലെ ചില ടേമുകൾ നമ്മൾ ക്ലിയർ ചെയ്യണം. ഇത് വെറുതെ കാണാൻ പഠിച്ച പോലെ മനസ്സിലാക്കി തന്നെ പഠിക്കണം, എങ്കിലേ നമുക്ക് അക്കൗണ്ടൻസി പെർഫെക്റ്റ് ആയി പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഭാഗമാണ് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ട്. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നു, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആദ്യം പഠിക്കുന്ന വാക്ക് എന്താണ്? അസറ്റ്സ് എന്നാണ്. മലയാളത്തിൽ നമ്മൾ അതിനെ ആസ്തി എന്ന് പറയും. എന്താണ് ആസ്തി? നിങ്ങൾ കേട്ടിട്ടില്ലേ? ആൾക്കാർ ചോദിക്കൂടെ നിനക്ക് എത്ര ആസ്തിയുണ്ട്? അപ്പൊ നമ്മൾ പറയും നമ്മുടെ വീട് നമ്മുടെ ആസ്തിയാണ്, നമ്മുടെ ലാൻഡ്, ഭൂമി, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ, ബാങ്കിൽ കിടക്കുന്ന പൈസ അല്ലേ, നമ്മുടെ കയ്യിലുള്ള ഗോൾഡ്, ഇതെല്ലാം നമ്മുടെ അസറ്റാണ്, ആസ്തിയാണ്. എന്നാൽ നമ്മൾ ബിസിനസിന്റെ ഭാഗത്ത് നിന്നാണ് പഠിക്കുന്നത്. നമുക്കറിയാം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഭാഷയാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടൻസിൽ എന്ത് പഠിച്ചാലും അത് ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ, എങ്കിലേ നമുക്കത് പഠിക്കാൻ പറ്റും. ഒരിക്കലും ഓണറുടെ ഭാഗത്തു നിന്നോ കസ്റ്റമറുടെ ഭാഗത്തു നിന്നോ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മളാണ് ബിസിനസ്. അപ്പൊ ബിസിനസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ അക്കൗണ്ടൻസിൽ എന്തും പഠിക്കാനും ഏത് പ്രോബ്ലവും ചെയ്യാനും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അസറ്റ്സ് എന്താണ്? അസറ്റ്സ് എന്ന് നമ്മൾ ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. തിങ്സ് ഓഫ് വാല്യൂ. എന്താ തിങ്സ്? വസ്തുക്കൾ. ഓഫ് വാല്യൂ, മൂല്യമുള്ള വസ്തുക്കൾ. ഓർ അല്ലെങ്കിൽ എക്കണോമിക് റിസോഴ്സസ്, സാമ്പത്തിക വിഭവങ്ങൾ. തിങ്സ് ഓഫ് വാല്യൂ, മൂല്യമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സാമ്പത്തിക വിഭവങ്ങൾ. ഇപ്പൊ നമ്മളെ വീട്ടില് TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതെല്ലാം മൂല്യമുള്ള വസ്തുക്കളാണ്, നമ്മുടെ സാമ്പത്തിക വിഭവങ്ങളാണ്. അതുപോലെ ഒരു ബിസിനസ്സിൽ ലാൻഡ് ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും, ഫർണിച്ചർ ഉണ്ടാവും, വെഹിക്കിൾ ഉണ്ടാവും. ഇതെല്ലാം മൂല്യമുള്ള വസ്തുക്കളാണ്, സാമ്പത്തിക വിഭവങ്ങളാണ് അല്ലേ? അപ്പോ ഒന്നുകിൽ മൂല്യമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സാമ്പത്തിക വിഭവങ്ങൾ. ഓൺഡ് ബൈ ദ ബിസിനസ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഓൺഡ് ബൈ ദ, ഓൺഡ് എന്ന വാക്കിന്റെ അർത്ഥം ഉടമസ്ഥത. കേട്ടില്ലേ? ഓണർഷിപ്പ് എന്ന്, ഉടമസ്ഥാവകാശം. അപ്പൊ ഓൺഡ് എന്ന് വെച്ചാൽ ഉടമസ്ഥത. ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? ബിസിനസിന്റെ. ഇപ്പൊ എന്റെ സഹോദരന്റെ കയ്യിൽ 10,000 രൂപ ഉണ്ട്, അത് എന്റെ അസറ്റ് ആവും? ഇല്ല, അത് എന്റെ ഉടമസ്ഥതയിലുള്ളതല്ല. അതുപോലെ നമ്മുടെ ബിസിനസ്സിൽ ഒരു ഫർണിച്ചർ ഉണ്ട്, പക്ഷേ അത് നമ്മൾ ലീസിന് വാടകയ്ക്ക് എടുത്തിട്ടേക്കുന്നതാണ്, നമ്മുടെ അസറ്റ് ആവും? ഇല്ല. അപ്പൊ നമ്മുടെ ഉടമസ്ഥതയിലുള്ളതായിരിക്കണം, അതാണ് അതിന് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. അപ്പൊ മൂല്യമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സാമ്പത്തിക വിഭവങ്ങൾ അത് ബിസിനസിന്റെ ഉടമസ്ഥതയിലുള്ളതായിരിക്കണം. അങ്ങനെയുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്തെന്ന് പറയാം? അസറ്റ്സ് എന്ന് പറയാം. പഠിച്ചത് ബിസിനസിന്റെ ഉടമസ്ഥതയിലുള്ള മൂല്യമുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ സാമ്പത്തിക വിഭവങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസറ്റ്സ്. അപ്പൊ പറയാം തിങ്സ് ഓഫ് വാല്യൂ ഓർ എക്കണോമിക് റിസോഴ്സസ് ഓൺഡ് ബൈ ദ ബിസിനസ് ആർ കോൾഡ് അസറ്റ്സ്. ബിസിനസിന്റെ ഉടമസ്ഥതയിലുള്ള മൂല്യമുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ സാമ്പത്തിക വിഭവങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസറ്റ്സ്. ക്ലിയർ ആയല്ലോ? നോക്കുക, അസറ്റുകളെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. അസറ്റ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ടു. അസറ്റുകളെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. ഏതല്ല? കറണ്ട് അസറ്റ്സ് എന്നും നോൺ കറണ്ട് ഓർ ഫിക്സഡ് അസറ്റ്സ് എന്നും. അപ്പൊ അസറ്റുകളെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. കറണ്ട് അസറ്റ്, രണ്ട് നോൺ കറണ്ട്. ആ നോൺ കറണ്ടിന്റെ മറ്റൊരു വാക്കാണ് ഫിക്സഡ് അസറ്റ്സ്. അപ്പൊ നമുക്ക് ഈ ഓരോന്നിനെയും കുറിച്ച് എന്താണ് കറണ്ട് അസറ്റ്, എന്താണ് നോൺ കറണ്ട് അസറ്റ് നമ്മൾ പഠിക്കാൻ പോവാണ്. നമുക്ക് ആദ്യം കറണ്ട് അസറ്റ്സ്. എന്താണ് കറണ്ട് അസറ്റ്സ്?
അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ്. അക്വയർഡ് എന്ന വാക്കിന്റെ അർത്ഥം നേടിയെടുക്കുക. അസറ്റുകൾ നമ്മൾ നേടിയെടുക്കുന്നു ഫോർ ഷോർട്ടർ പീരീഡ്. എന്താ ഷോർട്ടർ പീരീഡ്? കുറച്ച് നാളത്തേക്ക്. പീരീഡ് എന്ന് വെച്ചാൽ കാലയളവ്. ഷോർട്ടർ പീരീഡ് എന്ന് വെച്ചാൽ കുറച്ച് കാലയളവ്, കുറച്ച് കാലത്തേക്ക്. അപ്പൊ നമുക്ക് സംശയം വരും, ഈ കുറച്ച് നാളത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലെസ് ദാൻ 1 ഇയർ, ഒരു വർഷത്തേക്കാൾ താഴെ. അപ്പൊ ഒരു വർഷത്തേക്കാൾ കുറഞ്ഞ കാലയളവിലേക്ക് ഒരു ബിസിനസ് നേടിയെടുക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റ്. ഒരു വർഷത്തേക്കാൾ കുറഞ്ഞ കാലയളവ്, അതിനെയാണ് നമ്മൾ ഷോർട്ടർ പീരീഡ്. ആ കാലയളവിലേക്ക് ഒരു ബിസിനസ് നേടിയെടുക്കുന്ന അല്ലെങ്കിൽ ബിസിനസിന്റെ കയ്യിലുള്ള അസറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റ്സ്. പഠിച്ച എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള പൈസ. അടുത്ത വർഷവും ആ ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും ഉറപ്പിച്ച് പറയാൻ പറ്റും? ഇല്ല. എപ്പോ വേണമെന്ന് തീരാം. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആദ്യം നമ്മൾ എടുക്കുന്ന നമ്മുടെ കയ്യിലുള്ള പൈസയല്ലേ. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിൽ കിടക്കുന്ന പൈസ. അടുത്ത വർഷം ബാങ്കിൽ ഉണ്ടാവും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മുടെ കയ്യിലെ പൈസ തീർന്നാൽ ഉടൻ നമ്മൾ ബാങ്കിൽ കിടക്കുന്ന പൈസയല്ലേ എടുക്കുന്നത്. ദെൻ സ്റ്റോക്ക്. എന്താ സ്റ്റോക്ക്? നമ്മളെ കടയിൽ നമുക്കൊരു ബിസിനസ് സ്ഥാപനമുണ്ട്, അവിടെ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക്. അത് അടുത്ത വർഷം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? എപ്പോ വേണോ വിറ്റ് പോയിക്കൂടെ? അപ്പൊ ഇതെല്ലാം കറണ്ട് അസറ്റ്സ് ആണ്. പഠിച്ചത്. അപ്പോൾ ഒരു വർഷത്തേക്കാൾ താഴ്ന്ന കാലയളവിലേക്ക് ഒരു ബിസിനസ് നേടിയെടുക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റ്സ്. എക്സാമ്പിൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് എക്സെട്ര. അപ്പൊ കറണ്ട് അസറ്റ് കഴിഞ്ഞു. അടുത്ത നമ്മൾ പഠിക്കുന്നു എന്താണ് നോൺ കറണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്. നോൺ കറണ്ട്, കറണ്ട് ഇല്ലാത്ത. അപ്പം തീർച്ചയായിട്ടും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ലോങ്ങർ പീരീഡ്, അവിടെ നമ്മൾ പഠിച്ചത് ഷോർട്ടർ പീരീഡ്, ഇവിടെ നമ്മൾ പഠിക്കുന്നു ലോങ്ങർ പീരീഡ്, ദീർഘനാളത്തെ ആവശ്യത്തിന് വേണ്ടി. അപ്പൊ എന്താ ദീർഘനാളത്തെ ആവശ്യം? മോർ ദാൻ 1 ഇയർ, ഇവിടെ ലെസ് ദാൻ 1 ഇയർ. ഒരു വർഷത്തേക്കാൾ കൂടുതൽ കാലയളവിനെയാണ് നമ്മൾ ലോങ്ങർ പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു വർഷത്തേക്കാൾ കൂടുതൽ കാലയളവിലേക്ക് ഒരു ബിസിനസ് നേടിയെടുക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് നോൺ കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലാൻഡ്, ഭൂമി, ബിൽഡിംഗ്, കെട്ടിടം, ഫർണിച്ചറുകൾ, അറിയാലോ, മെഷീനറി, യന്ത്രങ്ങൾ, ഇതെല്ലാം എന്താണ്? നോൺ കറണ്ട് അസറ്റ് ആണ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ ഒരു വർഷത്തേക്കാൾ കുറഞ്ഞ കാലയളവിലേക്ക് നേടിയെടുക്കുന്ന അസറ്റുകളെ കറണ്ട് അസറ്റ് എന്നും ഒരു വർഷത്തേക്കാൾ കൂടിയ ലോങ്ങർ പീരീഡിലേക്ക് നേടിയെടുക്കുന്ന അസറ്റുകളെ നമുക്ക് നോൺ കറണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. കറണ്ട് അസറ്റിന് എക്സാമ്പിൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്. ഫിക്സഡ് അസറ്റിന് എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി, വെഹിക്കിള്, നമുക്ക് എന്ത് വേണോ പറയാം. അങ്ങനെയുള്ള ഏതായിട്ടും. ക്ലിയർ ആയ? അപ്പോൾ അസറ്റ് എന്താണെന്ന് പഠിച്ചു. അസറ്റിനെ പ്രധാനമായും എത്രയായിരിക്കാം? കറണ്ട് അസറ്റ് എന്ന്, നോൺ കറണ്ട് അസറ്റ്, അത് നമ്മൾ പഠിച്ചു. അടുത്ത ശ്രദ്ധിക്കുക. അസറ്റ്സ് ആർ ഫർദർ. എന്താ ഫർദർ എന്ന് വെച്ചാൽ? ഫർദർ, വീണ്ടും. നമുക്ക് രണ്ടായി തിരിക്കാം. ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നും. അസറ്റ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 2. അസറ്റുകളെ വീണ്ടും നമുക്ക് രണ്ടായി തിരിക്കാം. ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നും. ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പൊ എന്താണ് ടാഞ്ചിബിൾ അസറ്റ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ടാഞ്ചിബിൾ അസറ്റ്സ്? ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള. എന്താ ഫിസിക്കൽ എക്സിസ്റ്റൻസ്? ഭൗതികപരമായ നിലനിൽപ്പ്. എന്താ ഭൗതികം? നമുക്ക് കാണാനും തൊട്ടു നോക്കാനും പറ്റുന്നത്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? അതുപോലെ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭൗതിക മാറ്റവും രാസമാറ്റങ്ങളെല്ലാം. അതുപോലെ എന്താ ഭൗതികം? കാണാനും തൊട്ടു നോക്കാനും പറ്റും. അങ്ങനെ നമുക്ക് കാണാനും തൊട്ടു നോക്കാനും കഴിയുന്ന, അതുകൊണ്ടാണ് അതിനെ കോമൺ ആയിട്ട് ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. നമ്മൾ നേരത്തെ പഠിച്ച ക്യാഷ്, സ്റ്റോക്ക്, ലാൻഡ്, ഫർണിച്ചർ, ഇതെല്ലാം എന്താണ്? ടാഞ്ചിബിൾ അസറ്റ് ആണ്. കാരണം എന്താ? അതിനെല്ലാം ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് കാണാനും തൊട്ടു നോക്കാനും കഴിയും. അതുകൊണ്ട് അവയെ വിളിക്കുന്ന പേരാണ് ടാഞ്ചിബിൾ അസറ്റ്. ക്ലിയർ ആയാലും
നമ്മൾ പഠിക്കുന്നു ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്? നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്. ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത, നമുക്ക് കാണാനോ തൊട്ടുനോക്കാനോ കഴിയാത്ത അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അസറ്റ്സ് which do not ഇല്ല, എന്തില്ല? ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ഭൗതികപരമായ ഒരു നിലനിൽപ്പ് ഇല്ല. That means we cannot see and touch, നമുക്ക് കാണാനോ തൊട്ടുനോക്കാനോ കഴിയില്ല. അങ്ങനെയുള്ള അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. എക്സാമ്പിൾ നോക്കിയേ, ഗുഡ് വിൽ. ഇതിന്റെ എക്സാമ്പിൾ ആണ് പ്രാധാന്യം. ഉറപ്പാണ് ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഇൻടാഞ്ചിബിൾ അസറ്റ് ഗുഡ് വിൽ. നമ്മൾ കേട്ടിട്ടുണ്ടോ ഗുഡ് വിൽ എന്ന്? സൽപ്പേര്. നമുക്ക് കാണാൻ പറ്റും, തൊട്ടുപോകാൻ പറ്റും, ഇല്ല? നമ്മളിപ്പോ ഒരു കടയിൽ നമ്മളൊരു മൊബൈൽ വാങ്ങാൻ പോവുകയാണ് കേട്ടോ. നമ്മളെ കടയിൽ ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് സാംസങ്ങിന്റെ ഒരു മൊബൈൽ വേണം. നമ്മൾ പറയുകയാണ് സാംസങ്ങിന്റെ ഒരു മൊബൈൽ വേണം. എനിക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ വേണം നമ്മൾ പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞത് സാംസങ് എന്ന കമ്പനിയുടെ ഒരു മൊബൈൽ വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാനുണ്ടായ കാരണം നമുക്ക് ആ കമ്പനിയിൽ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം സാംസങ് എന്ന ബ്രാൻഡിന് ഗുഡ് വില്ലുണ്ട്, സൽപ്പേരുണ്ട്. അത് അവരുടെ ഒരു അസറ്റാണ്. ആ ഗുഡ് വില്ല് ഉള്ളത് കൊണ്ടാണ് അവർ കൂടുതൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സൽപ്പേര് ഒരിക്കലും നമുക്ക് കാണാനോ തൊട്ടുനോക്കാനോ കഴിയില്ല. അപ്പൊ ഒന്നാമത്തെ ഇൻടാഞ്ചിബിൾ അസറ്റ് ഗുഡ് വിൽ. 2, പാറ്റന്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പാറ്റന്റ്. ഇപ്പൊ നമ്മളിപ്പോ വാക്സിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു വാക്കാണ് പാറ്റന്റ്. ഇപ്പൊ ഒരു വാക്സിൻ ഉണ്ടാക്കാനുള്ള ടെക്നോളജി, അതിന്റെ സാങ്കേതിക വിദ്യ ഒരു കമ്പനി കണ്ടുപിടിച്ചു. ആ ടെക്നോളജി ഉപയോഗിക്കാനുള്ള അവകാശം വേറൊരു കമ്പനിക്ക് കൊടുക്കണമെങ്കിൽ ഈ കമ്പനിയുടെ സമ്മതം വേണം. അവരെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, മറ്റൊരു കമ്പനിക്ക് ആ ടെക്നോളജി ഉപയോഗിച്ച് സാധനം ഉണ്ടാക്കാൻ പറ്റൂ. ആ അവകാശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാറ്റന്റ്. ഒരു ടെക്നോളജി മറ്റൊരു കമ്പനിക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് ഉപയോഗിക്കാനുള്ള അവകാശം കൊടുക്കുന്നതിനെയാണ് പാറ്റന്റ് എന്ന് പറയുന്നത്. അതൊരു അവകാശമാണ്, കാണാനോ തൊട്ടുനോക്കാനോ കഴിയില്ല. അതിനെ വിളിക്കുന്ന പേരാണ് പാറ്റന്റ്. കോപ്പി റൈറ്റ്. എന്താ കോപ്പി റൈറ്റ് എന്ന് അറിയാമോ? പകർപ്പവകാശം. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ച് ഭാസിൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഏത്? മണിച്ചിത്രത്താഴ്. ശോഭനയൊക്കെ ഉണ്ടായിരുന്നു. ഈ സിനിമ ചന്ദ്രമുഖി എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തു. അങ്ങനെ ചെയ്യണമെങ്കിൽ മലയാളത്തിൽ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുടെ എന്ത് വേണം? സമ്മതം വേണം. ഇല്ലാതെ ആ സിനിമ മറ്റൊരു ഭാഷയിലേക്ക് എടുക്കാൻ കഴിയില്ല. അതുപോലെ നമ്മൾ വില്യം ഷേക്സ്പിയറിന്റെ ധാരാളം നോവലുകൾ ഉണ്ട്. ഇത് എഴുതിയ ഭാഷ മലയാളമല്ല, പക്ഷെ നമ്മുടെ മലയാളത്തിൽ ആ നോവലുകൾ ഉണ്ട്. എന്തുകൊണ്ടാ? ഇത് മലയാളത്തിലേക്ക് തർജിമ ചെയ്തു. ആ തർജിമ ചെയ്യാൻ ആരുടെ അനുവാദം വേണം? ഷേക്സ്പിയറിന്റെ അനുവാദം മേടിക്കാൻ പറ്റുമോ? ഷേക്സ്പിയർ മരിച്ചു. പക്ഷെ ആ പുസ്തകം ആരാണോ പബ്ലിഷ് ചെയ്യുന്ന ആ പബ്ലിക്കേഷൻ ഏജൻസിയുടെ സമ്മതം ഉണ്ടെങ്കിലേ മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു സിനിമ, ഒരു മ്യൂസിക്, ഒരു ലിറ്ററസി വർക്ക്, സാഹിത്യ രചന, ഇതെല്ലാം മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള അവകാശത്തെ വിളിക്കുന്ന പേരാണ് കോപ്പിറൈറ്റ്. ആ കോപ്പിറൈറ്റ് കൊടുത്താലേ അതിനെ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ പാറ്റന്റും കോപ്പിറൈറ്റും സെയിം മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. പാറ്റന്റ് പക്ഷെ വരുന്നത് ടെക്നോളജിയുടെ കാര്യത്തിലും മ്യൂസിക്, ഫിലിംസ്, ലിറ്ററസി എന്നിവയുടെ കാര്യത്തിലാണ് ഏത് വരുന്നത്? കോപ്പിറൈറ്റ് പ്രധാനമായും വരുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത നമ്മൾ പഠിക്കുന്നത് ട്രേഡ് മാർക്ക്. എന്താണ് ട്രേഡ് മാർക്ക്? ഇപ്പോൾ CIT എന്ന നമ്മുടെ സ്ഥാപനം, ആ സ്ഥാപനം എന്ന ആ CIT എന്ന പേര്, നമ്മൾ അതിന്റെ സിമ്പല്, അതിന്റെ ഡിസൈൻ, ഇതെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മറ്റൊരു സ്ഥാപനത്തിന് ഈ പേര് ഉപയോഗിക്കാനുള്ള അവകാശം ഇല്ല. അങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചാൽ നമുക്ക് അവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി എടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രാൻഡ് നെയിം മറ്റൊരാൾ യൂസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ ബ്രാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രേഡ് മാർക്ക്. അപ്പൊ നിങ്ങൾ ചില പ്രോഡക്റ്റുകളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചോളാം, ആ പേരിന്റെ റൈറ്റ് സൈഡിൽ മുകളിലോട്ട് വെച്ച് TM എന്നുണ്ടാവും. TM ഇങ്ങനെ കാണും. അതിന്റെ അർത്ഥം ട്രേഡ് മാർക്ക്. അപ്പൊ അതിന്റെ അർത്ഥം ആ കമ്പനിയുടെ പേര് ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ്. വേറെ ആർക്കും ആ കമ്പനിയുടെ പേര് പിന്നെ ഉപയോഗിക്കാൻ അവകാശമില്ല. അപ്പൊ നമ്മുടെ കമ്പനിയെ, നമ്മുടെ പേര് നിയമപരമായി പ്രൊട്ടക്ട് ചെയ്തു എന്നതിന്റെ സിമ്പൽ ആണ് ഏത്? ട്രേഡ് മാർക്ക്. ഓക്കെ. സോഫ്റ്റ്വെയർ അറിയാലോ, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ. കാണാൻ പറ്റും,
തൊട്ട് നോക്കാൻ പറ്റും? ഇല്ല. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അപ്പൊ മസ്റ്റായി നിങ്ങൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എക്സാമ്പിൾ പഠിച്ചിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഏതൊക്കെയാണ്? ഗുഡ്വില്ല്, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, സോഫ്റ്റ്വെയർ. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അപ്പൊ അസറ്റുകളെ പ്രധാനമായി എത്ര തിരിക്കാന്ന് വെച്ചാൽ രണ്ട്: കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്. നമ്മൾ പഠിച്ചു. അസറ്റുകളെ വീണ്ടും രണ്ടായി തിരിക്കാം: ടാഞ്ചിബിൾ എന്നും ഇൻടാഞ്ചിബിൾ എന്നും. കാണാനും തൊട്ടു നോക്കാനും പറ്റുന്നതാണെങ്കിൽ, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ളതാണെങ്കിൽ അതിനെ ടാഞ്ചിബിൾ അസറ്റ് എന്നും, എന്നാൽ നമുക്ക് കാണാനോ തൊട്ടു നോക്കാനോ കഴിയാത്ത ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. എക്സാമ്പിൾ: ഗുഡ്വില്ല്, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, സോഫ്റ്റ്വെയർ എക്സെട്ര. ക്ലിയർ ആയല്ലോ? അടുത്തതിലേക്ക് പോവാം. അസറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് കഴിഞ്ഞില്ല. അസറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ്. ഇതാണ് നമ്മുടെ മെയിൻ ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അടുത്തേക്ക് പോവാം. അടുത്ത നമ്മൾ പഠിക്കുന്ന അസറ്റ് വേസ്റ്റിംഗ് അസറ്റ്. നമ്മളൊരു ക്ലാസിഫിക്കേഷനിലൂടെ പറയുന്നതല്ല, അല്ലാതെയുള്ള ഒന്ന് രണ്ട് അസറ്റുകളോടെ നമ്മൾ പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തത് വേസ്റ്റിംഗ് അസറ്റ്. എന്താണ് വേസ്റ്റിംഗ് അസറ്റ്? പേര് തന്നെ ഉണ്ട്, വേസ്റ്റിംഗ്. വേസ്റ്റ് ആവുക, വേസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ പറയുന്നത് ലിമിറ്റഡ് ലൈഫ്. അതിന്റെ ലൈഫ് വളരെ ലിമിറ്റഡ് ആണ്. വളരെ കുറച്ച് കാലയളവേ ജീവിതമേ ഉള്ളൂ, കുറച്ച് നാളെ അത് നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ദ വാല്യൂ ഡിക്രീസിങ് ഓവർ ടൈം. സമയം കഴിയും തോറും ഇതിന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ലിമിറ്റഡ് ലൈഫുള്ള, ടൈമിനനുസരിച്ച് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അസറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ്. ക്ലിയർ ആയിട്ട്? ലിമിറ്റഡ് ലൈഫുള്ള, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫുള്ള, എന്നാൽ ആ ലൈഫ് ഇങ്ങനെ കഴിയുന്തോറും, ആ ടൈം ഇങ്ങനെ കഴിയുന്തോറും അതിന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ലിമിറ്റഡ് ലൈഫ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ടൈം കഴിയുന്നതിനനുസരിച്ച് വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ശരിയാണ്. നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ? നമ്മുടെ വർഷം ഇങ്ങനെ അങ്ങനെ കഴിയുന്തോറും, നമ്മൾ ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. അത് യാതൊരു ഡൗട്ടും ഇല്ല. അതുപോലെയാണ്. അപ്പൊ ചോദിക്കും മനുഷ്യ വേസ്റ്റിംഗ് അസറ്റ് ആണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ടൈം കഴിയുന്തോറും വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ്. അത് നോക്കാം. എക്സാമ്പിൾ: കോറി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോറി. എന്താ കോറി? പാറമട. കേട്ടിട്ടുണ്ടോ? പാറ പൊട്ടിക്കുന്ന സ്ഥലം. നമ്മൾ ഇവിടുന്ന് പാറ കുഴിച്ചെടുക്കുന്നതിനനുസരിച്ച്, പൊട്ടിച്ചെടുക്കുന്നതിനനുസരിച്ച് ഈ പാറയുടെ വില കൂടുകയോ കുറയുന്നല്ല, ആ പാറമടയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ? നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന അവിടുത്തെ അസറ്റ് ഏതാണ്? കോറിയാണ്. അവിടുത്തെ പാറയല്ല അവിടുത്തെ ഏത് അസറ്റ്. അവിടുത്തെ അസറ്റ് നമ്മൾ ഉദ്ദേശിച്ചത് കോറി, പാറമട. ഒരു പാറമടയുടെ വില എന്ന് പറയുന്നത് അവിടെ ഉള്ള പാറയുടെ അളവനുസരിച്ചാണ്. അപ്പൊ നമ്മൾ പാറ പൊട്ടിച്ചെടുക്കുന്നതിനനുസരിച്ച് അവിടെ പാറമടയുടെ വില എന്ത് ചെയ്യും? കുറയും. കാര്യം പാറയുടെ അളവ് അവിടെ കുറഞ്ഞു. അപ്പൊ ടൈം കഴിയുന്തോറും അതിന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി. നെക്സ്റ്റ് മൈൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൈൻസ്. മൈൻസ് എന്ന് വെച്ചാൽ ഖനികൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വർണ്ണഖനി, കൽക്കരി ഖനി. ഇപ്പൊ ഈ സ്വർണ്ണഖനിയിൽ നിന്ന് നമ്മൾ സ്വർണം കുഴിച്ചെടുക്കുന്നതിനനുസരിച്ച് ആ ഖനിയിലുള്ള സ്വർണത്തിന്റെ അളവ് എന്ത് ചെയ്യാണ്? കുറയാണ്. അപ്പൊ ആ സ്വർണ്ണ ഖനിയുടെ വിലയും കുറയാണ്. സ്വർണത്തിന്റെ വില നമ്മൾ പറയുന്നില്ല, അവിടുത്തെ അസറ്റ് ആ സ്വർണ്ണ ഖനിയാണ്. ദെൻ ഓയിൽ ഫീൽഡ്. കേട്ടിട്ടുണ്ടെങ്കിൽ എണ്ണപ്പാടം. നമ്മൾ പെട്രോളും ഡീസലൊക്കെ കുഴിച്ചെടുക്കൂലേ? ഇപ്പൊ ഒരു ഓയിൽ ഫീൽഡിൽ നിന്ന് നമ്മൾ പെട്രോൾ കുഴിച്ചെടുക്കുന്നതിനനുസരിച്ച് പെട്രോളിന്റെ അളവ്, നമ്മൾ പെട്രോളും ഡീസലുമായിട്ട് അല്ല കുഴിച്ചെടുക്കുന്നത്, അല്ലേ? നമ്മൾ ഇതിന്ന് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കുഴിച്ചെടുക്കുന്നതിനനുസരിച്ച് അവിടെയുള്ള ക്രൂഡ് ഓയിലിന്റെ അളവ് എന്ത് ചെയ്യണം? കുറയുകയാണ്. അപ്പൊ ആ ഓയിൽ ഫീൽഡിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അങ്ങനെയുള്ള അസറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ്. ക്ലിയർ ആയാലും? അപ്പോൾ ലിമിറ്റഡ് ലൈഫുള്ള, ടൈം കഴിയുന്തോറും വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ്. എക്സാമ്പിൾ: കോറി, മൈൻസ്, ഓയിൽ ഫീൽഡ് എക്സെട്ര. ക്ലിയർ ആയല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് പോവാം. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. വളരെ പ്രധാനപ്പെട്ട എന്നാൽ ഇത്തിരി ടഫായിട്ടുള്ള അസറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവും. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ടാഞ്ചിബിളും അല്ല, ഇൻടാഞ്ചിബിളും അല്ല. ഇങ്ങനെയുള്ളൊരു അസറ്റാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. നെയ്തർ ടാഞ്ചിബിൾ നോർ ഇൻടാഞ്ചിബിൾ. ടാഞ്ചിബിളും അല്ല, ഇൻടാഞ്ചിബിളും. അപ്പൊ നമുക്ക് നോക്കാം. അസറ്റ്സ് വിച്ച് ഹാവ് നോ റിയൽ വാല്യൂ. ഇതിന് വാല്യൂ റിയലി ഇല്ല.
നോ റിയൽ വാല്യൂ, യഥാർത്ഥത്തിൽ വിലയില്ല. ബട്ട് പക്ഷേ ഷോൺ ഇൻ ദ ബുക്സ് അക്കോർഡിംഗ് ടു സം ടെക്നിക്കൽ റീസൺസ്, ഇത് പക്ഷേ നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്തേ പറ്റൂ. ചില ടെക്നിക്കൽ റീസൺ, ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് നമ്മൾ ബുക്കിൽ എഴുതണം. പക്ഷെ എന്തില്ല, വാല്യൂ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, അപ്പൊ അത് എങ്ങനെ ബുക്കിൽ എഴുതും? അത് നമ്മൾ ഇനി പഠിക്കാൻ പോവാം. അപ്പോൾ യഥാർത്ഥത്തിൽ വിലയില്ലാത്തതും എന്നാൽ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതുമായ അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അപ്പൊ അത് ടാഞ്ചിബിളും അല്ല, ഇൻടാഞ്ചിബിളും അല്ല. അതുകൊണ്ടാണ് അതിന് വാല്യൂ ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ CIT എന്ന നമ്മുടെ സ്ഥാപനം, ആ സ്ഥാപനത്തിന് നമ്മൾ 5 ലക്ഷം രൂപയുടെ ഒരു അഡ്വർടൈസ്മെന്റ് പരസ്യം കൊടുത്തു. എത്ര രൂപയുടെ പരസ്യം? 5 ലക്ഷം. എത്ര വർഷത്തേക്ക് കൊടുത്തു? 5 years, 5 വർഷത്തേക്ക് കൊടുത്തു. നമ്മൾ കൊടുത്തത് ഇങ്ങനെയാണ്: 2021, 22, 23, 24, 25. അങ്ങനെ 5 വർഷത്തേക്കാണ് നമ്മൾ പരസ്യം കൊടുത്തത്. 21 മുതൽ 25 വർഷം, 25 അതായത് 2025 വരെയുള്ള കാലയളവിലേക്ക് 5 വർഷത്തേക്ക് നമ്മൾ 5 ലക്ഷം രൂപയുടെ പരസ്യം കൊടുത്തു. ക്ലിയർ ആയാലും ശ്രദ്ധിച്ചിരിക്കണം. പക്ഷെ ഈ 5 ലക്ഷം രൂപയിൽ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാ? 2021 തന്നെ കൊടുക്കും. 2021 തന്നെ നമ്മൾ എന്ത് ചെയ്തു? 5 ലക്ഷം രൂപയുടെ പരസ്യവും കൊടുത്തു. പക്ഷെ 5 ലക്ഷം രൂപയും നമ്മൾ 2021 കൊടുത്തു. പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് എത്ര വർഷങ്ങളിലായിട്ട്? 5 വർഷങ്ങളിലായിട്ടാണ്. ഈ 5 ലക്ഷം രൂപയും നമ്മൾ കൊടുത്തത് 1 വർഷത്തെ പരസ്യത്തിനല്ല, 5 വർഷത്തെ പരസ്യത്തിനാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായും ഈ 5 ലക്ഷത്തിന് നമുക്ക് 5ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ശരിയല്ലേ? അപ്പൊ ഓരോ വർഷവും നമുക്ക് എത്ര രൂപ പരസ്യമാണ് കൊടുക്കുന്ന? 1 ലക്ഷം അർത്ഥമല്ലേ? അപ്പോൾ 2021 നമ്മൾ 1 ലക്ഷം എഴുതും. അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ് ബുക്കിൽ 1 ലക്ഷം എഴുതും. 1 ലക്ഷം, 1 ലക്ഷം, 1 ലക്ഷം, 1 ലക്ഷം, ഇങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ 2022 നിങ്ങൾ എടുത്തു നോക്കി, ആ വർഷം നമ്മൾ പൈസ വല്ലതും കൊടുത്ത? ഇല്ല. 5 ലക്ഷം രൂപയും നമ്മൾ 2021 തന്നെ കൊടുത്തു. മനസ്സിലായോ? പക്ഷേ ഇത് നമുക്ക് ആ 2021 കൊണ്ടുവന്ന് 5 ലക്ഷം ഒന്നും എഴുതൂല, 5 വർഷങ്ങളിലായിട്ടേ എഴുതുള്ളൂ. കാര്യം അതിന്റെ ബെനിഫിറ്റ് നമുക്ക് 5 വർഷങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അപ്പൊ 2022, 23, 24, 25 ഈ വർഷങ്ങൾ നമ്മൾ നോക്കിയേ, നമ്മൾ ഓരോ ലക്ഷം എഴുതി. പക്ഷെ ആക്ച്വലി ആ വർഷങ്ങളിൽ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളത് എഴുതി. അതാണ് നമ്മൾ പറഞ്ഞ ചില ടെക്നിക്കൽ റീസൺ. അപ്പൊ വിലയില്ല. 2022 1 ലക്ഷം കൊടുത്തു എന്ന് എഴുതിയേക്കാൻ അഡ്വർടൈസ്മെന്റ്, പക്ഷെ യഥാർത്ഥത്തിൽ വിലയുണ്ടാ? കാര്യം നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ എഴുതിയേ പറ്റൂ. അതാണ് നമ്മുടെ ടെക്നിക്കൽ റീസൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ യഥാർത്ഥത്തിൽ വിലയില്ലാത്തതും എന്നാൽ നിയമം അനുസരിച്ച് നമ്മൾ എഴുതേണ്ടതുമായ അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. അപ്പൊ നിങ്ങൾ ഡൗട്ട് ചോദിക്കും, സാറേ അഡ്വർടൈസ്മെന്റ് നമ്മൾ കൊടുത്തു, നമുക്ക് ഇങ്ങനെ അസറ്റ് ആവും? ഈ പരസ്യം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ അത് ബിസിനസ്സിന്റെ എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? അടുത്ത വർഷം അതിൽ നമുക്ക് എന്ത് കിട്ടും? ബെനിഫിറ്റ് കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്താവുന്നത്? ഒരു അസറ്റ് ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയോ? നമുക്ക് ഒന്നുകൂടെ പറയാം, എന്താണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് ചോദിച്ചാൽ റിയൽ വാല്യൂ ഇല്ല, യഥാർത്ഥത്തിൽ മൂല്യമില്ല. പക്ഷേ നമ്മൾ ഇത് റിയൽ ബുക്കില് നമ്മൾ ടെക്നിക്കൽ റീസൺ അനുസരിച്ച് ലീഗലായിട്ട് നിയമപരമായിട്ട് നമ്മൾ ഇത് എഴുതിയേ പറ്റൂ. എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ അഡ്വർടൈസ്മെന്റ്, പരസ്യം. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസസ്. എന്താ പ്രിലിമിനറി? ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രാരംഭ ചെലവുകളെ വിളിക്കുന്ന പേരാണ് പ്രിലിമിനറി എക്സ്പെൻസ്. നമ്മളൊരു ലാൻഡ് വാങ്ങുന്നു, ബിൽഡിംഗ് വാങ്ങുന്നു, ഫർണിച്ചർ വാങ്ങുന്ന മിഷനറി, ചിലപ്പോൾ ഒരു 20 ലക്ഷം രൂപ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയാവും. ഇതാണ് പ്രിലിമിനറി എക്സ്പെൻസ്. പക്ഷേ ഈ 20 ലക്ഷം രൂപ ഒറ്റ വർഷം കൊണ്ട് നമുക്ക് കിട്ടുമോ? ഇല്ല. നമുക്ക് പല പല വർഷങ്ങളായിട്ടല്ലേ, ചിലപ്പോൾ ഒരു 10 വർഷമായിട്ടായിരിക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടണം. അപ്പൊ എത്ര രൂപ നമുക്ക് ചെലവായോ അതിന് നമ്മൾ എത്ര വർഷമാണോ ഇതിൽ നിന്ന് ബെനിഫിറ്റ് പ്രതീക്ഷിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 20 ലക്ഷം രൂപ വെച്ചോ നമ്മൾ ബിസിനസ് തുടങ്ങി. നമ്മുടെ ചിന്ത 10 വർഷം കൊണ്ട് നമുക്ക് ഈ 20 ലക്ഷം രൂപ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഓരോ വർഷം എത്ര വെച്ച് എഴുതുന്ന ബുക്കിൽ 2 ലക്ഷം വെച്ച് എഴുതും. നിങ്ങൾക്ക് മനസ്സിലായി? പക്ഷേ അടുത്ത വർഷം എഴുതുമ്പോൾ 2 ലക്ഷം അവിടെ വാല്യൂ ഉണ്ടാകും. കാര്യം ആൾറെഡി നമ്മൾ 20 ലക്ഷം ചെലവാക്കി കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇത് എഴുതിയേ പറ്റും. പ്രൊമോഷണൽ എക്സ്പെൻസ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നതാണ് ഇത്
പരസ്യം. ആ അഡ്വർടൈസ്മെന്റിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, പ്രൊമോഷണൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഏതൊരു എക്സാമ്പിൾ, ഫിക്റ്റീഷ്യസ് അസറ്റിന്റെ എക്സാമ്പിൾ. മസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സാമ്പിൾ പഠിക്കണം. ഏതൊക്കെയാണ്? പ്രിലിമിനറി എക്സ്പെൻസ്. അപ്പൊ എന്താണ് പ്രിലിമിനറി എക്സ്പെൻസ്? ഒരു ബിസിനസ് തുടങ്ങുമ്പോഴുള്ള പ്രാരംഭ ചെലവുകളെ വിളിക്കുന്ന പേരാണ് പ്രിലിമിനറി എക്സ്പെൻസ്. അതുപോലെ തന്നെ പ്രൊമോഷണൽ എക്സ്പെൻസ്. ഒരു ബിസിനസ് ആൾക്കാർ നമ്മൾ തുടങ്ങി ആൾക്കാരെ അറിയിക്കട്ടെ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന്, അതിന് കുറെ പൈസ ചെലവാകൂലേ, അതാണ് പ്രൊമോഷണൽ എക്സ്പെൻസ്. അഡ്വർടൈസ്മെന്റ് അത് പ്രൊമോഷണൽ എക്സ്പെൻസ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ പഠിക്കുക, ഒന്നുകൂടെ പറയാം. റിയൽ വാല്യൂ ഇല്ല, യഥാർത്ഥത്തിൽ വിലയില്ല. പക്ഷേ ഇത് ടെക്നിക്കൽ റീസൺ അനുസരിച്ച് ബുക്കിൽ റെക്കോർഡ് ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ള അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു അഡ്വർടൈസ്മെന്റ്. എന്തുകൊണ്ട് അത് ആയെന്ന് ചോദിച്ചാൽ 5 ലക്ഷം രൂപ നമ്മൾ പരസ്യത്തിന് കൊടുത്തു. 5 വർഷത്തേക്കാണ് നമ്മൾ പരസ്യം കൊടുത്തത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 2021 തൊട്ട് 25 വരെയുള്ള കാലയളവിലേക്കാണ് നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് സങ്കല്പിക്കുക. അപ്പൊ നമ്മൾ കൊടുത്ത അത്രയും രൂപ നമ്മൾ 5 വർഷമായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ വർഷവും എഴുതും. പക്ഷേ 2022 എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ യഥാർത്ഥത്തിൽ പൈസ അവിടെ 1 ലക്ഷം കൊടുത്താ ഇല്ല, ആൾറെഡി മൊത്തം കൊണ്ട് നേരത്തെ കൊടുത്തേക്കാണ്. പക്ഷേ അതിന്റെ ബെനിഫിറ്റ് 1 ലക്ഷം ആ വർഷം കിട്ടുള്ളതുകൊണ്ടാണ് ആ വർഷം അവിടെ ആ 1 ലക്ഷം എഴുതിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിന് വിലയില്ല, കാരണം കൊടുത്തില്ല. പക്ഷെ നമ്മൾ നിയമം അനുസരിച്ച് എഴുതിയേ പറ്റൂ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ അസറ്റ് എന്താണെന്ന് പഠിച്ചു. അസറ്റുകളെ പ്രധാനമായി 2 തിരിക്കാം. ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് നമ്മൾ പഠിച്ചു. അടുത്ത അസറ്റുകളെ വീണ്ടും 2 തിരിക്കാൻ, ടാഞ്ചിബിൾ എന്നും ഇൻടാഞ്ചിബിൾ എന്നും. പിന്നെ 2 തരത്തിലുള്ള അസറ്റ് പഠിച്ചു, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് കഴിയും. ക്ലിയർ ആയല്ലോ? അപ്പൊ അടുത്തതിലേക്ക് പോവാം. അടുത്ത നമ്മൾ പഠിക്കുന്ന 2ാമത്തെ ടേമാണ് ലൈബിലിറ്റീസ്. സെക്കൻഡ് ടേം ലൈബിലിറ്റി. എന്താ ലൈബിലിറ്റി? ബാധ്യത. നമ്മൾ കേട്ടിട്ടില്ലേ? അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലൈബിലിറ്റി. അസറ്റ് എന്ന് വെച്ചാൽ ആസ്തി, എന്നാൽ ലൈബിലിറ്റി എന്ന് വെച്ചാൽ ബാധ്യത. നമുക്കെല്ലാം ബാധ്യതയാണ് ഇവിടെ. നിങ്ങൾക്ക് ഒരാളെ 10,000 രൂപ കടം മേടിച്ചു, നിങ്ങളുടെ ബാധ്യതയല്ലേ? ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബാധ്യതയല്ലേ? കടയിൽ പോയി നിങ്ങൾ കടത്തിന് സാധനം മേടിച്ചു, നിങ്ങളുടെ ബാധ്യതയല്ലേ? അപ്പൊ ഭാവിയിൽ തിരിച്ചു കൊടുക്കേണ്ട എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം? ലൈബിലിറ്റി എന്ന് പറയാം. അതുപോലെ ബിസിനസ്സിനും അതുപോലെ കടകൾ ഉണ്ടാവും, ബാധ്യതകൾ ഉണ്ടാവും. അപ്പൊ എന്താണ് ലൈബിലിറ്റി എന്ന് ചോദിച്ചാൽ ഡെബ്റ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ്. ഡെപ്റ്റ് കടം, ഒബ്ലിഗേഷൻ കടപ്പാട്. രണ്ടും ഒരേ മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. ഡെപ്റ്റ് കടം, ഒബ്ലിഗേഷൻ കടപ്പാട്. എന്താണ് കടവും കടപ്പാടും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ഒരാൾ പൈസ കടം ചോദിച്ചു, അയാൾ തന്നു. അപ്പൊ അയാളോട് നമുക്ക് കടപ്പാടല്ല, കടമാണ്. എന്നാൽ ഒരാൾ നമ്മളെ ബുദ്ധിമുട്ട് അറിഞ്ഞ് തന്നെ നമ്മളെ സഹായിക്കും, ഇല്ലേ? അങ്ങനെയുള്ളവരുടെ നമുക്ക് കടപ്പാടാണുള്ളത്. രണ്ടും ഒരേ ആൾ എന്ന് പറഞ്ഞ് ഒരാൾ നമ്മളെ ബുദ്ധിമുട്ട് അറിഞ്ഞ് അയാൾ നമ്മളെ സഹായിച്ചെന്ന് പറഞ്ഞ് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടെന്ന് അർത്ഥമുണ്ടോ? ഇല്ല, കൊടുക്കണം. അപ്പൊ കടമാവട്ടെ കടപ്പാടാവട്ടെ, ഡെബ്റ്റ്സ് ആവട്ടെ ഒബ്ലിഗേഷൻ ആവട്ടെ, പേയബിൾ. എന്താ പേയബിൾ? കൊടുക്കണം. കൊടുക്കണം. ആര് കൊടുക്കണം? ബിസിനസ്. എപ്പോ കൊടുക്കണം? ഫ്യൂച്ചർ, ഭാവിയിൽ. അപ്പൊ ഭാവിയിൽ ബിസിനസ് തിരിച്ചു കൊടുക്കേണ്ട കടങ്ങളെയും കടപ്പാടുകളെയും വിളിക്കുന്ന പേരാണ് ലയബിലിറ്റീസ്. ഡെബ്റ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് പേയബിൾ ബൈ ദ ബിസിനസ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ബിസിനസ് കൊടുക്കേണ്ട കടങ്ങളെയും കടപ്പാടുകളെയും വിളിക്കുന്ന പേരാണ് ലയബിലിറ്റീസ്. ക്ലിയർ ആയാലും? ഭാവിയിൽ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ ഭാവിയിൽ ബിസിനസ് തിരിച്ചു കൊടുക്കേണ്ട കടങ്ങളെയും കടപ്പാടുകളെയും വിളിക്കുന്ന പേരാണ് ലയബിലിറ്റി. ലയബിലിറ്റീസിനെ നമുക്ക് 2 തിരിക്കാം. ഷോർട്ട് ടൈം ലയബിലിറ്റി എന്നും ലോങ് ടൈം ലയബിലിറ്റി എന്നും. Liabilities are mainly classified into two. They are short-term liabilities and long-term liabilities. ഏതൊക്കെ നമുക്ക് പഠിക്കാം? ആദ്യം ഷോർട്ട് ടൈം ലയബിലിറ്റി. പേര് തന്നെയുണ്ട്, ഷോർട്ട് ടൈം. അവിടെ പറയുന്നു ലയബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ വിത്തിൻ 1 year. എന്താ വിത്തിൻ 1 year? 1 വർഷത്തിനകം തിരിച്ചു കൊടുക്കേണ്ട ലയബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടൈം ലയബിലിറ്റി. ലയബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ വിത്തിൻ 1 year. 1 വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണമെങ്കിൽ അത്തരം ലയബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടൈം ലയബിലിറ്റി. ക്ലിയർ ആയോ? എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്രെഡിറ്റേഴ്സ്. ആരാ ക്രെഡിറ്റേഴ്സ്? ഇപ്പൊ നിങ്ങൾ കടയിൽ പോയി കടത്തിന് സാധനം മേടിച്ചു. നിങ്ങൾ കടയിൽ പോയി, തൊട്ടടുത്തുള്ള കടയിൽ പോയി കടത്തിന് ഒരു 500 രൂപയുടെ സാധനം മേടിച്ചു. നിങ്ങൾ പൈസ നിലവിലുള്ള സിറ്റുവേഷനിൽ ക്യാഷ് ഇല്ലെങ്കിൽ കടയിൽ പോയി സാധനം കടത്തിന് മേടിക്കുക. ആ പൈസ നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചു കൊടുത്താൽ മതിയാ?
വീണ്ടും അടുത്ത പ്രാവശ്യം കടത്തിന് സാധനം മേടിക്കാൻ ചിലപ്പോൾ ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ, എങ്കിലല്ലേ അവർ വീണ്ടും സാധനം തരും. അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ആരിൽ നിന്നാണോ കടത്തിന് സാധനം വാങ്ങുന്നത് അവരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കടത്തിനാണ് അവരെ നമ്മൾ സാധനം മേടിക്കുന്നതെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. മാറിപ്പോരുത്, ബിസിനസ് വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റർ. ഒരു ബിസിനസ് ആരിൽ നിന്നാണോ കടത്തിന് സാധനം വാങ്ങുന്നത് അവരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. ഇപ്പൊ ഞാൻ ഒരു പലചരക്ക് കട നടത്തേണ്ടത് സങ്കല്പിക്കുക. ഞാൻ അവിടെ കടത്തിന് സാധനം മേടിച്ചിട്ടേക്കിട്ടുണ്ട്. ക്യാഷിന് തന്നെ ബിസിനസ് ചെയ്യണം നിർബന്ധമുണ്ട്, ഇല്ല കടത്തിന് ആൾക്കാർ സാധനം തരും. അപ്പൊ ഞാൻ ആരിൽ നിന്നാണോ കടത്തിന് സാധനം മേടിച്ചേക്കുന്നത് അവരെ ഞാൻ വിളിക്കുന്ന, ഞാൻ ആരാ? ബിസിനസ്. അപ്പൊ ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ബിസിനസ് ആരിൽ നിന്നാണോ കടത്തിന് സാധനം വാങ്ങുന്നത് അവരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. അത് ഷോർട്ട് ടൈം ലയബിലിറ്റി ആണ്. അവർക്ക് ഒരു വർഷത്തിനുള്ളിൽ പൈസ കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ അവർ വീണ്ടും സാധനം തരില്ല. എന്താണ് ലോങ് ടൈം ലയബിലിറ്റി? പേര് തന്നെയുണ്ട്. ലയബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ 1 ഇയർ. ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്താലും മതി എങ്കിൽ അത്തരം ലയബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ലോങ് ടൈം ലയബിലിറ്റി. ഒരു വർഷത്തിനുള്ളിൽ മസ്റ്റായിട്ട് തിരിച്ചു കൊടുക്കണമെങ്കിൽ അത് ഷോർട്ട് ടൈം ലയബിലിറ്റി, എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സ്. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്താലും മതി, പ്രശ്നമില്ല, എങ്കിൽ അത്തരം ലയബിലിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ലോങ് ടൈം ലയബിലിറ്റീസ്. എക്സാമ്പിൾ ബാങ്ക് ലോൺ. ഇപ്പൊ ബാങ്ക് നമ്മൾ ലോൺ എടുത്ത് ഒരു വർഷത്തേക്കാൾ കൂടുതൽ കാലയളവിലേക്ക് നമുക്ക് ലോൺ എടുക്കാൻ പറ്റൂലേ? ഹോം ലോണൊക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാവും, പേഴ്സണൽ ലോൺ ഉണ്ടാവും, കാർഷിക ലോൺ ഉണ്ടാവും. അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു കൊടുത്താൽ മതി എങ്കിലും പ്രശ്നമില്ല എങ്കിൽ അത്തരം ലയബിലിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ലോങ് ടൈം ലയബിലിറ്റീസ്. എക്സാമ്പിൾ ബാങ്ക് ലോൺ. അപ്പൊ ലയബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പൊ എന്താണ് ലയബിലിറ്റി? ഭാവിയെ ബിസിനസ് തിരിച്ചു കൊടുക്കാനുള്ള ഡെബ്സ്, കടങ്ങളെയും ഒബ്ലിഗേഷൻ, കടപ്പാടുകളെയും വിളിക്കുന്ന പേരാണ് ലയബിലിറ്റി. ലയബിലിറ്റിയെ നമുക്ക് രണ്ടായി തിരിക്കാം, ലോങ് ടൈം എന്നും ഷോർട്ട് ടൈം എന്നും. ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഷോർട്ട് ടൈം, എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സ്. ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്താൽ മതിയെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ അത്തരം ലയബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ലോങ് ടൈം ലയബിലിറ്റി, എക്സാമ്പിൾ ബാങ്ക് ലോൺ. ക്ലിയർ ആയല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? അപ്പൊ നമ്മൾ 2 ടേമേ പഠിച്ചിട്ടുണ്ട്, അസറ്റും ലയബിലിറ്റി. അസറ്റ് എന്താണെന്ന് പഠിച്ചു. അസറ്റുകളെ പ്രധാനമായി രണ്ടായി തിരിക്കാം, കറണ്ട് അസറ്റ് എന്നും നോൺ കറണ്ട് അസറ്റ് എന്നും. അസറ്റുകളെ വീണ്ടും രണ്ടായി തിരിക്കാം, ടാഞ്ചിബിൾ എന്നും ഇൻടാഞ്ചിബിൾ. പിന്നെ 2 അസറ്റ് പഠിച്ചു, വേസ്റ്റിംഗ് അസറ്റും ഫിക്റ്റീഷ്യസ് അസറ്റും. അപ്പൊ അസറ്റ് തീർന്നു. പിന്നെ ലയബിലിറ്റി. ലയബിലിറ്റി രണ്ടായി തിരിക്കാം, ഷോർട്ട് ടൈം ലയബിലിറ്റി എന്നും ലോങ് ടൈം ലയബിലിറ്റി. അപ്പൊ നമ്മൾ 2 ടേമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് കുറേ ടേമുകൾ പഠിക്കാനുണ്ട്. മൊത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരേ ക്ലാസ് തന്നെ പഠിച്ചാൽ നിങ്ങൾക്കത് ക്ലിയർ ആവത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ള ഈ 2 ടേമും മസ്റ്റ് പെർഫെക്റ്റ് ആയി പഠിക്കുക. നോട്ടമാക്കുക, ഒരിക്കലും കാണാൻ പഠിക്കരുത്, വളരെ മനസ്സിലാക്കി ഇതേപോലെ നിങ്ങൾ ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് തന്നെ ഈ ടേമുകൾ പഠിക്കണം. എങ്കിലേ നമുക്ക് തുടർന്നുള്ള ചാപ്റ്ററുകൾ നല്ല രീതിയിൽ പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.